സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയതോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. 2024 വർഷം ക്രിസ്മസ് മാസത്തിൻ്റെ സ്തോത്രം ഈ അവസാനത്തെ തിങ്കളാഴ്ച 30-ാം തീയതി ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവാത്മാവ് ഞങ്ങളെയും വഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു, ബലമായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നന്ദി പറയുന്നു. പ്രത്യേകമായി കടത്തുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, ജെയിംസ് പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു, ഉണ്ണി പാസ്റ്റർ ആൻഡിക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവസഭയെ നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാന നിയോഗത്താൽ കർത്താവ് ഏൽപ്പിച്ച അതേ ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്താദാസൻ സാമിക്കുട്ടി പാസ്റ്ററിനായി സാലിയാൻഡിക്കായി സ്തോത്രം ചെയ്യുന്ന അവർക്ക് ദാനം നൽകിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം അയക്കുന്ന സ്ഥാനത്ത് കർത്താവ് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്ന സാറിനെ എപ്പോഴും കാണുമ്പോൾ അമ്മയും മോൻ പിന്നെ ക്ലാസ്സിലുള്ള സമയത്ത് ക്ലാസ്സിന് പോകാറുണ്ട്, അതിൽ ഒറ്റയ്ക്ക് ആണ്. കർത്താവ് കുടുംബമായി അവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം. പാസ്റ്റർ വന്നപ്പോൾ ചോദിച്ചാണ്, ഞാൻ പറഞ്ഞ സമയം വേണ്ടാന്ന് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഉണ്ണിപ്പാസ്റ്ററിനെ ശുശ്രൂഷ അനുഭവിച്ചത് കുറച്ച് നാളുകളായി, ഏഴ് മാസമായി. വന്ന സമയത്ത് അനുഭവിക്കാൻ സാധിച്ചുള്ളൂ. സ്തോത്രം. എന്നാൽ കർത്താവ് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് വേഗത്തിൽ ഒന്നുകൊണ്ട് വാക്യങ്ങൾ ഓർപ്പിച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ തൃശ്ശൂരിൽ കഴിഞ്ഞ വർഷം ഏകദേശം 6 മാസമായിരുന്നപ്പോൾ അവിടെയുള്ള ഒരു ദൈവസഭയിൽ സ്വതന്ത്ര ആണ്. എന്നാലും അവർക്ക് കേരളത്തിൽ ഏകദേശം 10-20 സഭകളുണ്ട്. അതെല്ലാം കൂടുതൽ വടക്കൻ ഭാഗത്താണ്. തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ഭാഗങ്ങളിലുള്ള സഭയാണ്. സ്തോത്രം. അവിടെയുള്ള ലോക്കൽ സഭയിലെ ദൈവം അവിടെ പോകുമ്പോഴൊക്കെയും 2-3 പലതവണ പോയിട്ട് ഏകദേശം 10 തവണ പോയിട്ടുണ്ട്. എന്നാൽ പോയ 10 തവണയിൽ 4-5 തവണ പോയപ്പോഴെല്ലാം ഞായറാഴ്ച ആയിക്കോട്ടെ വെള്ളിയാഴ്ച ആയിക്കോട്ടെ എപ്പോഴുമൊക്കെ ഏകദേശം ടൗണിനോട് പീച്ചി ഭാഗത്തുള്ള മെയിൻ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് എപ്പോഴും പാസ്റ്റർമാർ അവിടെ വരാറുണ്ട്. ചെറിയ സഭയാണ്, കൊടുക്കാനൊന്നും ഇല്ല. എങ്കിലും ആ പാസ്റ്റർ 100 രൂപയാണെങ്കിൽ ആ 100 രൂപ വീതിച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ ഉദാഹരണം പറയണം. പക്ഷെ അതുപോലെ തന്നെ വെറുതെ കൊടുക്കല്ല, സമയം അരമണിക്കൂർ സമയം ഉള്ളെങ്കിലും വന്ന 4 പേർക്ക് 10 പേരായാലും 10 പേർക്ക് വീതിച്ച് കൊടുക്കും. അപ്പോൾ അരമണിക്കൂർ 10 പേരെ ഇങ്ങനെ എടുക്കും. സ്തോത്രം. എന്നാലും കൊടുക്കാനും താൻ സമയം എടുക്കില്ല, കൊടുക്കാനും മനസ്സുണ്ടായിരുന്നു. സ്തോത്രം. അത് ഞാൻ പറയാം. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞേ അത് അങ്ങനെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് വീതിച്ച് കൊടുക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശരിക്കും പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. കാരണം ആ 10 പേര് വന്നാലും 10 പേരിൽ നിന്ന് ആ ദൈവാത്മാവ് ഏകദേശം ആ ആവശ്യമുള്ള ദൈവസഭയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരു വചനം തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഒരേ ആശയമായിരിക്കും നൽകുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു ഭാഗം നിൽക്കുമ്പോൾ ചിലപ്പോൾ 10 പേർ വന്നാൽ 10 അതേ ദൂതുകളായിരിക്കും അറിയിക്കുന്നത്. എന്തെന്നെ ആയാലും അത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അത് വ്യക്തമായി അവരുടെ ജീവിതത്തിൽ അവരുടെ സഭയിൽ അത് അനുഭവിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാറുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായി എന്നോട് ഇടപെട്ട ഒരു വാക്യം സ്വതം പങ്കുവെച്ച് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയ സഭയിൽ വെച്ച് അവിടെ പ്രാർത്ഥനയുടെ സമയം പ്രാർത്ഥനയിൽ അത് പാടി കർത്താവിനെ ആത്മാവിനെ ആരാധിക്കുമ്പോൾ അന്യഭാഷയിൽ അനേക സമയങ്ങൾ 10-20 മിനിറ്റോളം അന്യഭാഷ തന്നെ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. അന്നേരം കർത്താവ് നൽകിയ ഒരു വചനം ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും കാണാപ്പാടുള്ള വചനമാണെങ്കിലും ആ വചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. അത് വചന ശുശ്രൂഷ വേണ്ടാന്നും സമയം ഇവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ജോൺ പാസ്റ്റർ ഇല്ല. സ്തോത്രം. അവരാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നുകൊണ്ടാണ് കൊച്ചു ബൈബിളായിട്ട് കൊണ്ടുവന്നത്. അത് ഇംഗ്ലീഷ് ബൈബിളാണ്. അതുകൊണ്ട് സ്തോത്രം. വാക്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ വായിച്ചെന്ന് സഹായിച്ചാൽ സഹായമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം 7, 8, 9 വാക്യങ്ങളാണ് ആവശ്യമെങ്കിൽ 9-ാം വാക്യം അവിടെ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അത് യേശുക്രിസ്തു തനിക്ക് നൽകുന്ന മറുപടിയാണ്. അത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി തികഞ്ഞു വരും. സ്തോത്രം. അത് 2000
2025 നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ, ചില മണിക്കൂർ കഴിഞ്ഞാൽ കാഴ്ചയോടെ വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസഭയും കാരണം ദൈവദാസന്മാരാണ് കൂടുതൽ, അതേ സഹോദരി മാത്രം അത് വിശ്വാസിയായിട്ടുള്ളൂ. എങ്കിലും ആരും ദൈവസഭയിൽ വന്ന എല്ലാവർക്കും നാം പുതിയ വർഷം കടക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുന്നത്, അത് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനമേൽ തികഞ്ഞു വരും. സ്തോത്രം. ആ വചനം നമുക്ക് പുതിയ വർഷം നമ്മുടെ ഓരോ ഭാരങ്ങളിലും നമ്മുടെ ഓരോ അനുഗ്രഹത്തിലും അത് പൂർണ്ണമായി അനുഭവിച്ച് മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതേ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിന് കൊടുക്കുന്ന അത് ശക്തമായ ഒരു വെളിപ്പാടാകുന്നു. അതുകൊണ്ടാണ് അത് 7-ാം വാക്യത്തോട് വായിക്കുമ്പോൾ ആ പൗലോസ് പറയാണ്, വെളിപ്പാട് ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ച് പോകാതിരിപ്പാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. സ്തോത്രം. എന്താ വെളിപ്പാടുകൾ ആധിക്യം? 1-2 കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അത് ആ വെളിപ്പാടുകൾ ആധിക്യം നിമിത്തം എൻ്റെ ജീവിതത്തിൽ നിഗളം വരും. സ്തോത്രം. ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി അതേ നിഗളം വരും. ആ നിഗളം വരാതിരിപ്പാൻ എനിക്ക് പണം കൂടുമ്പോൾ അനുഗ്രഹം വരുമ്പോൾ നിഗളം വരും. ഈ നിഗളം വരാതിരും കാരണം ആ നിഗളം അത് സാത്താനിൽ ലൂസിഫറിൽ അത് വന്നതാ. അത് ഒറ്റ കാരണം കൊണ്ട് അവൻ വാവുകൊണ്ട് പറഞ്ഞു പോലുമില്ല, അവൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചുള്ളൂ. പക്ഷെ ആ ചിന്ത നിമിത്തം വചനം പറയുന്ന ദൈവം അവനെ വെട്ടിയിട്ടു താഴെ വീണു. അത് ആർക്കും, തൻ്റെ ഭക്തന്മാർക്ക് ആർക്കും അത് വരാതിരിപ്പാൻ കർത്താവ് അന്ന് മുതൽ ഇന്ന് വരെയും ശുശ്രൂഷിക്കുന്നവർക്കും വിശ്വാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേവദാസന്മാരായിക്കോട്ടെ ഈ നിഗളമെന്ന ഭാവം ആരിലും വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യുവാനും ദൈവത്തിന് മടിയുമില്ല. എന്ത് ചെയ്യുവാനും നമ്മൾ പറയാൻ നമ്മുടെ മക്കളെ നമ്മൾ തല്ലും, നമ്മൾ വഴക്ക് പറയും. എന്താണ്? അവർ തെറ്റിപ്പോകാതിരിപ്പാൻ വടി കൊണ്ട് അടിക്കും, നല്ലോണം ശാസിക്കും. കാരണം എന്താണ്? അവർ മടങ്ങി വരുവാൻ, ആ തെറ്റ് മനസ്സിലാക്കി ഇനിയും ചെയ്യാതിരിപ്പാം. അവിടെ ദൈവം എത്രത്തോളം പോവും? മരണം വരെയും ദൈവം കൊണ്ടുവരും. സാത്താൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. മരണം വരെ ദൈവം കൊണ്ടുവരും. എന്തിനു വേണ്ടി? ആ നിഗളഭാവമോ അല്ലെങ്കിൽ ഉയർച്ച ഭാവം എന്തെന്നെ അത് നമ്മളിൽ നിന്ന് മാറ്റി യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരാൻ വേണ്ടി കർത്താവ് ചെയ്യുന്നതാണ്. അപ്പോൾ അവൻ്റെ ദൈവത്തിന് ആ നിത്യ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പിതാവിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ആരും ദൈവസ്ഥലി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത് അവസാനത്തോളം നാം ഈ ഓട്ടം ഓടുവാൻ, അത് അവന്റെ സ്ഥലി നാം കാണപ്പെടുവാൻ. മാത്രമല്ല ദൈവം ഒന്ന് മകനെ ഏൽപ്പിച്ചു. രണ്ടാമത് വചനം പറയുന്നു യേശു താൻ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു. അപ്പൊ അത്രയും വില ആ പിതാവും അപ്പനും മകനും കൊടുത്തിട്ട്, അത് മാത്രമല്ല അവരെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നെങ്കിൽ ഈ ആത്മാവിനെ ആശ്രയിച്ച് അന്നത്തോളം ഓടാൻ വേണ്ടിയ ദൈവത്തിന് ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാണ്, വെളിപ്പാടിന്റെ ആധിക്യ നിമിത്തം എനിക്കൊരു ശൂലം തന്നു, എൻ്റെ ജഡത്തിൽ എന്നെ കുത്തുവാൻ. അത് ആരാണ്? വേറാരുമല്ല, സാത്താന്റെ ദൂതനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പൊതുവെ പറയാം കെട്ടും കാര്യങ്ങളും കെട്ടും പാടുമൊക്കെ പറയും, കെട്ടും പിശാചിനെ കെട്ടാനൊക്കെ പറയുമ്പോൾ സ്തോത്രം. അത് ഞാൻ കുറച്ച് നാൾ മുമ്പെയാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്. അത് ഒരു സമർപ്പണമാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ പലപ്പോഴും സമ്മതിക്കാറില്ല, അയ്യോ പിശാച് എന്നെ കുത്തുന്നു. ഇവിടെ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, അത്ഭുതം അടയാളം ചെയ്ത പൗലോസ്, 30 വർഷം കൊണ്ടും ഏകദേശം 35 സഭകൾ സ്ഥാപിച്ച പൗലോസ്, ഏഷ്യ മൈനറിലും യൂറോപ്പിൽ ആദ്യമായി ആ ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് കാൽ ചവിട്ടി സുവിശേഷം അറിയിച്ച് സഭകൾ സ്ഥാപിച്ച കർത്തദാസൻ. അതിൽ ഒന്നാണ് ഈ കൊരിന്ത് സഭ. താൻ അവിടെ പറയാണ്, എന്നെ കുത്തുവാൻ ദൈവം ആരെയായി ഏൽപ്പിച്ചിരിക്കുന്നു? സാത്താന്റെ ദൂതനെ തന്നെ. എന്തിനു വേണ്ടിയാ? ഞാൻ ദൈവസ്ഥലിൽ എത്തുവാൻ. അപ്പൊ ഞാൻ ദൈവസ്ഥലിൽ എത്തുവാൻ എന്നെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചാലും വിഷയമില്ല. പക്ഷെ ഞാൻ അവിടെ എത്തണം. സ്തോത്രം. തന്റെ വെളിപ്പാടുകൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ സാത്താൻ കുത്തുവേണം, അത് വിട്ടുമാറാൻ ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ച് അപേക്ഷിച്ചു. കർത്താവിന്റെ മറുപടി, എന്റെ കൃപ നിനക്ക് മതി. സ്തോത്രം. ഈ കൃപ, എന്റെ ശക്തി നിന്റെ ബലഹീനതമേൽ തികഞ്ഞു വരും. അതുകൊണ്ട് താഴേക്ക് ആ 9-ാം വാക്യം താഴേക്ക് വായിക്കുന്നത്, അതുകൊണ്ട് ആകയാ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്
ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അപ്പൊ എൻ്റെ പ്രശംസാ വിഷയം എവിടെ മാറി? ഞാൻ എബ്രായനാകുന്നു, അതേ ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാകുന്നു, ഗമാലിന്റെ കീഴിൽ പഠിച്ചവനാണ്. അതും ഇതല്ല എൻ്റെ പ്രശംസാ വിഷയം. എൻ്റെ ഇപ്പോഴത്തെ പ്രശംസാ വിഷയം, ഞാൻ യേശു നിമിത്തം, യേശു ക്രിസ്തു സുവിശേഷ നിമിത്തം എനിക്ക് അടി കൊണ്ടത്, എന്നെ പുച്ഛിച്ചത്, ഞാൻ അപ്പോസ്തലനായിരിക്കെ എന്നെ അപ്പോസ്തലനല്ല എന്ന് പറയുന്ന ഒരു സഭയിൽ ഞാൻ തന്നെ സ്ഥാപിച്ച സഭയാ. ഇപ്പോൾ വന്ന ആൾക്കാരിൽ പുതിയ ആൾക്കാർ വന്നപ്പോൾ അവർ പറയാണ് നീ അപ്പോസ്തലനല്ലാന്ന്, നീ എവിടെ നിന്ന് വന്ന ആളാ എന്നാണ് അവർക്ക് ചോദ്യം. സ്തോത്രം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ലേഖനം താൻ എഴുതാൻ കാരണം തന്നെ. അപ്പൊ ആദ്യത്തെ ലേഖനം, അപ്പൊ താൻ സ്ഥാപിച്ച സഭയായതുകൊണ്ട് തനിക്ക് വേദന ഉണ്ടായിരുന്നു, സഭയെക്കുറിച്ചുള്ള വേദന, ആത്മാക്കളെ കുറിച്ചുള്ള വേദന. സ്തോത്രം. അപ്പൊ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഈ പ്രശംസാ വിഷയം എന്തായി തീർന്നു? യേശു ക്രിസ്തു നിമിത്തം ഞാൻ എത്രയോ തവണ തടവിലായി. അത് പറയാനാണ് എനിക്ക് ഇഷ്ടം. സ്തോത്രം. എനിക്ക് പനി വന്നതും ക്യാൻസർ വന്നതും അത് പറയാണ് എനിക്ക് ഇഷ്ടം. കാരണം ആ രോഗാവസ്ഥ വന്നപ്പോൾ ശരീരം ബലഹീനമായി. പക്ഷെ ബലഹീനമേൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ആത്മശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. നാം വിചാരിക്കുക, ഹല്ലേലൂയ, അതെ ഞാൻ ഈ ഒരു ഉദാഹരണം പറയട്ടെ. ഒരു ചെട്ടിക്കാട് വെച്ച് നമ്മൾ, ചെട്ടിക്കാട് തന്നെ അറിയാലോ, 1.5 കാല് വെച്ച് നടന്നാൽ എന്ത് സംഭവിക്കാൻ പറ്റും? പൗലോസിനെ കുറിച്ച് പറയുന്ന ചരിത്രം പറയുന്ന താൻ കുള്ളനായ മനുഷ്യന്, തൻ്റെ ജീവിതത്തിൽ വേറൊരു പ്രയാസമില്ല. പക്ഷേ ക്രിസ്തു നിമിത്തം താൻ എന്ന് മുതൽ അടിയും ഇടിയും കല്ലേറ് കൊണ്ടോ അന്ന് മുതൽ ശരീരത്തിൽ വേദനയുണ്ട്, പ്രയാസമുണ്ട്, കണ്ണിൽ നിന്ന് എപ്പോഴും പഴുപ്പ് ഒഴുകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. സ്തോത്രം. അത് കുള്ളനായ മനുഷ്യനുകൊണ്ട് കാണുമ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. പക്ഷേ ആ മനുഷ്യനെയാണ് ദൈവാത്മാവ് തന്റെ ശക്തിയാ നിറച്ചപ്പോൾ ദൈവം തന്നെ അത്ഭുതമായി ഉപയോഗിച്ചു. പ്രൈസ് ലോർഡ്. അനേകർക്ക് സൗഖ്യം നൽകിയവൻ തനിക്ക് സൗഖ്യമില്ല. ചിലരെ ഉയർപ്പിച്ചവൻ തൻ്റെ ജീവിതത്തിൽ ആത്മാവിന്റെ അത് ഉയർപ്പിന്റെ ശക്തിയാണ് വ്യാപരിച്ചത്. പ്രൈസ് ലോർഡ്. താൻ അത് പുറത്ത് എന്നാൽ അത് ലോകത്തിൽ താൻ ജീവിക്കുന്നതിന് കൂടുതൽ സമയം, അത് ഈ 30 വർഷത്തിൽ താൻ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയത് ജയിലില്ല. പക്ഷെ തടവിലായിരിക്കുമ്പോഴും തനിക്ക് പറയാനുള്ളത്, അത് ഫിലിമോന് ലേഖനം എഴുതുമ്പോൾ പറയാം 10-15 വാക്യം, അത് തടവിലായിരിക്കും. അത് ഇപ്പോൾ എടുക്കണ്ട. ഞാൻ തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച ഒരുവനുണ്ട്. അവ തടവിലാണെങ്കിലും ബലഹീനനാണെങ്കിലും 3-ാമത് ഞാൻ വൃദ്ധനാണെങ്കിലും എനിക്ക് ഒരാളെ ജനിപ്പിക്കാൻ സാധിക്കും ആത്മാവിൽ. അത് ഞാനല്ല, എന്നിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ, കർത്താവിന്റെ കൃപയാൽ. സ്തോത്രം. അപ്പൊ തൻ്റെ ആ വെളിപ്പാടുകൾ ആധിക്യത്തിൽ ഒന്നാണ് പ്രശംസാ വിഷയം കഷ്ടങ്ങളിലാണ്. യഹൂദന്മാരുടെ കാര്യം അറിയില്ല, പഴയ നിയമത്തിൽ അല്ല യേശുവിന്റെ കാലഘട്ടത്തിൽ പോലും ഒരു രോഗം വന്ന അവരെ ചിന്ത അത് പാപനിമിത്തമാകുന്നു ആണ്. കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അതാണ് പാപം ചെയ്യുമ്പോൾ രോഗം വരും. പക്ഷെ എല്ലായ്പ്പോഴും പാപം ചെയ്യുമ്പോൾ രോഗം വരത്തില്ല എന്നൊക്കെ യേശു താൻ പറഞ്ഞു. സ്തോത്രം. അപ്പൊ അവരെ ആ ചിന്താഗതി മാറ്റം മാത്രമല്ല, യേശു പഠിപ്പിച്ച അത് ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. ക്രിസ്ത്യ ജീവിതത്തിൽ കഷ്ടമുണ്ട്. എന്നാൽ ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ നിമിത്തം എന്നെ ഈ ലോകം അത് നിന്ദിച്ചുവെങ്കിൽ അവർ നിങ്ങളെയും നിന്ദിക്കും. അപ്പൊ നിന്ദയുടെ പാതയാണ്, കഷ്ടയുടെ പാതയാണ്, അത് ക്ലേശങ്ങളുടെ വഴിയാണ്, അത് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. പക്ഷേ ആ വഴിയിൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവിടെയാണ് എൻ്റെ കൃപ ഞാൻ പകർന്നത്, അവിടെയാണ് എൻ്റെ ആത്മശക്തി ഞാൻ പകർന്നത്. പൗലോസ് ആ വെളിപ്പാട് കിട്ടി. യഹൂദന്മാർക്ക് വളരെ അതേ അത്ഭുതമായ ഒരു വെളിപ്പാട്, അവർ അത് അംഗീകരിക്കാത്തവരാണ്. സ്തോത്രം. പക്ഷേ പിൻകാലങ്ങളിൽ യേശുവിനെ പിൻപറ്റിയവർ അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് തീമോഥെയോസിൽ താൻ എഴുതുന്നത്, അത് ഒരുവൻ അത് യേശു ക്രിസ്തുവിനെ അതിൽ പിൻപറ്റാൻ മനസ്സിൽ വിചാരിച്ചാൽ അവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ട്. അപ്പൊ യേശു ക്രിസ്തു നിമിത്തം എന്ത് വന്നു? അനുഗ്രഹം മാത്രമല്ല, ആ കാലങ്ങൾ ഉപദ്രവമായിരുന്നു. കാഴ്ചയോട് വെക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിലും ആദ്യമായി സഭകൾ ആരംഭിച്ചതും ആദ്യമായിട്ട് വിശ്വാസം വന്നവരും അതേ സഭകൾ സ്ഥാപിക്കപ്പെട്ടതും അവരെല്ലാം അങ്ങനെയായിരുന്നു. അതേ ഊരിൽ നിന്ന് അല്ലെങ്കിൽ അവരെ ആ പട്ടണത്തിൽ നിന്ന്, പട്ടണം പോലെ അന്നത്തെ കാലത്തെ പട്ടണങ്ങൾ കുറവാണല്ലോ, 100 വർഷം 150 200 വർഷം മുമ്പൊക്കെ. അന്നെല്ലാം ഗ്രാമങ്ങളാണ്. അന്ന് ഗ്രാമപ്രദേശത്ത് പുറത്താക്കുന്ന അനുഭവം, അവിടെ അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ആരും അതേ വിളിക്കാത്ത അനുഭവങ്ങൾ. സ്തോത്രം. തലമുടി വെട്ടാൻ എൻ്റെ സ്തോത്രം അത് പിരിതമ്മ സാർ എന്ന് പറയുന്ന ഷാരോണിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ്റെ ഭാര്യ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച സാറെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഉദാഹരണമാണ്. ഞങ്ങൾ മുടി വെട്ടുവാൻ ഞങ്ങൾക്ക് അത് വാഴത്തോപ്പിൽ ഒളിച്ചു നിന്ന് അപ്പച്ചൻ റാന്തൽ വിളക്കായി വന്നാണ് അപ്പച്ചനാണ് വെട്ടിക്കൊണ്ടിരുന്നത്. കാരണം എന്താണ്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടുകാർ പുറത്താക്കി. അത് അവിടെ പോയി മുടി വെട്ടാൻ പറ്റില്ല. ആദ്യത്തെ സമയങ്ങളൊക്കെ അവനൊരു മുടിവെട്ടുകാരനൊരു മനസ്സലിവ് തോന്നി, അവൻ വന്ന് വെട്ടുമായിരുന്നു. പിന്നെ അത് നാട്ടുകാർ അറിഞ്ഞപ്പോൾ അവൻ്റെ കൈയും കാലും ഓടിച്ചു. പിന്നാലെ മുടി വെട്ടണ്ടേ,
മുടി വളർത്താൻ പറ്റില്ലല്ലോ, യഹൂദന്മാരല്ലല്ലോ. സ്തോത്രം. അപ്പോൾ അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അത് സന്ധ്യാസമയം ആകുമ്പോൾ വാഴത്തോപ്പിൽ പോയി ഒളിച്ചു നിന്ന് മുടി വെട്ടുമായിരുന്നു. അങ്ങനെ ഒരു കഷ്ടപ്പെട്ട കാലത്ത് ഇന്ന് സ്തോത്രം ദൈവദാസന് അറിയാം, പാസ്റ്റർമാർ, നമ്മുടെ മക്കൾ, ഏത് പെന്തക്കോസ്തുകാരായ നമ്മുടെ മക്കൾ 500 രൂപ ചിലവാക്കിയാണ് മുടി വെട്ടുന്നത്. സ്തോത്രം. സ്റ്റൈലില് അവിടെയും പൊക്കി ഇവിടെയും പൊക്കിയൊക്കെ. ഒരു കാലഘട്ടത്തിൽ അത് വെട്ടാൻ പറ്റാത്ത ഭാരപ്പെട്ട പിതാക്കന്മാർ ഇന്നത്തെ ഈ 3, 4, 5 തലമുറ വന്നപ്പോൾ അവർ 500 രൂപ ചിലവാക്കിയാണ് മാസം ചിലരൊക്കെ മാസം വളരും, അത് ശരിയാണ്. സ്തോത്രം. അവർ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വ്യത്യാസം വന്നു, വിശ്വാസത്തിന് വ്യത്യാസം വന്നു. വില കൊടുക്കുന്നതിൻ്റെ വില കൊടുത്തതിൻ്റെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു തലമുറയാണ്. പൗലോസ് പറയുകയാണ്, അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് തനിക്ക് വെളിപ്പാട് അത് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി. എന്തിനു വേണ്ടി? ഇതാണ് ക്രിസ്തീയ വിശ്വാസം. വിടേണ്ടത് ഈ ലോകം വിട്ട് ലോകത്തിൽ ആശ്രയിപ്പനല്ല. അത് യാക്കോബിന്റെ ലേഖനം 4:4 നമ്മൾ വായിക്കുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞാലും എന്തിനൊക്കെ സ്നേഹിച്ചെന്ന് പറഞ്ഞാലും യേശു താൻ തന്നെ പറഞ്ഞു അതിൻ്റെ ഗൗരവം. സ്വന്തം അപ്പനെയോ സ്വന്തം അമ്മയോ സഹോദരന്മാരെയോ അല്ല, ദൈവം തന്നെ ആക്കി വെച്ച ഭാര്യയെ, നിന്റെ ഭാര്യയോ ഭർത്താവിനെ പോലും എന്നേക്കാൾ അധികം സ്നേഹിച്ചാൽ അത് ലോകസ്നേഹമാണ്. സ്തോത്രം. അപ്പോൾ എളുപ്പമല്ല, കാരണം അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, ഇത് ഇടുക്കമുള്ള വഴിയാ, പക്ഷേ എൻ്റെ കൃപ നിങ്ങൾക്ക് മതി. സ്തോത്രം. അതിനൊരു ഉദാഹരണം അവിടെ മറിയയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൂക്കോസ് സുവിശേഷം ലൂക്കോസ് 1:30-35 നമ്മൾ വായിക്കുന്നത്, അതേ മറിയയ്ക്ക് നമ്മൾ പലപ്പോഴും സ്തോത്രം അതേ ദൈവകൃപയെക്കുറിച്ച് പലർക്കും അതേ കൃപ ലഭിച്ച പലരും നമുക്ക് പഴയ നിയമത്തിൽ അറിയാം, പുതിയ നിയമത്തിലും ചിലരെ അറിയാം. അവരെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല. പക്ഷേ വെളിപ്പാട് പൗലോസ് അവസാനമായി ദൈവം നൽകിയ വെളിപ്പാട് കാലഘട്ടമായിട്ട് ഓരോരുത്തർക്കും, മോശയ്ക്ക് കുറച്ച് വെളിപ്പാട് കൊടുത്തു, അത് യോശുവയ്ക്ക് ചിലത് കൊടുത്തു, അങ്ങനെ ദാവീദ് രാജാവ് ഓരോരുത്തർക്കും ചിലത് കുറച്ചായിട്ട് ദൈവം വെളിപ്പെടുത്തി. പൗലോസ് കാലം വന്നപ്പോൾ ദൈവം പറയാണ്, കർത്താവ് പറയാണ്, കൃപ മാത്രമല്ല ശക്തി മാത്രമല്ല, ഇത് രണ്ടും കൂടിയാണ് ഞാൻ അന്നേ മുതൽ പകർന്നിരിക്കുന്നത്. എന്ന് മുതൽ? ഹാബേലിന്റെ അതേ കൊലപാതകം മുതൽ. സ്തോത്രം. അത് ഞാൻ ഇന്നലെ ദൈവാത്മാവ് ഓർപ്പിച്ച ഞാനും ചിന്തിച്ചത് എടുത്ത് വായിച്ചപ്പോൾ. സ്തോത്രം. അതേ ആകെ രണ്ട് ചേട്ടനിമാർ, ലോകത്തെ പേര് ആരുമില്ല, പക്ഷെ ചേട്ടൻ അനിയനെ കൊന്നു ആ വചനം പറയുന്നത്. അത് ആദ്യത്തെ പാപം. സ്തോത്രം. വേറെ ആരും ഇല്ലാത്ത ലോകത്തിൽ അത് ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, അതേ കയീൻ ഹാബേലിനെ വയലിലേക്ക് വിളിച്ച് സംസാരിച്ചു, കയർത്തിട്ട് അവനെ കൊല്ലുകയാണ്. ആദ്യത്തെ കൊലപാതകം. അതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇന്നത്തെ കാലമാണ് നമ്മൾ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബ് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, സിനിമയിലൊക്കെ കുഞ്ഞുങ്ങൾ കാണുന്ന അനുഭവങ്ങൾ. പക്ഷേ അവിടെ ഇതിനെക്കുറിച്ച് കേൾവി പോലും ഇല്ല. ഞാൻ ചിന്തിച്ചത്, ആത്മാവിലൊന്ന് ചിന്തിച്ചത് ഒരു സിനിമ കാണുന്ന ഒരു രീതിയായിരുന്നു. സ്തോത്രം. ഞാൻ കണ്ടത് ഹല്ലേലൂയ, കയീൻ അവൻ്റെ കൈ ഓങ്ങി, ചിലപ്പോൾ കല്ലായിരിക്കും അല്ലെങ്കിൽ വടിയായിരിക്കും, പക്ഷേ ഒറ്റ അടി കൊണ്ടാണോ എനിക്കും അറിയില്ല, ബൈബിളിൽ എഴുതിയിട്ടില്ല, പക്ഷേ അടിച്ചു. ഈ കൈ ഓങ്ങിയപ്പോൾ ആദ്യമായിട്ട് അനുജൻ കാണുന്നത്, അത് ആദ്യമായിട്ട് ആ ജീവിതത്തിൽ കാണുന്നത് എൻ്റെ ചേട്ടൻ എനിക്കെതിരായി കൈ ഓങ്ങുന്നത്. അവന് സംസാരിപ്പാൻ അതേ വാക്കുകൾ ഉണ്ടായിരിക്കും, എതിർപ്പാൻ അവൻ്റെ കൈ ബലം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അവിടെ ദൈവത്തിന് കൃപ മാത്രമല്ല, ദൈവത്തിന് ശക്തി പകർന്നു. എന്തിനു വേണ്ടി? മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് സ്വതം എബ്രായ ലേഖനം പറയുന്നത്, ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിപ്പിച്ചു. സ്വതം. ആ ഹാബേലിന്റെ കാര്യം ഇന്നും നമ്മൾ പറയുന്നു. അവൻ ഹല്ലേലൂയ, അവന് പറയാൻ വാക്കുകൾ, എതിർപ്പാൻ വാക്കുണ്ടായിരുന്നു, അവന് എതിർപ്പാൻ ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തു. ആ കൃപയും ശക്തിയും ഹാബേലിൽ ദൈവം അന്ന് പകർന്നു മുതൽ അത് അവിടെ ഒന്നും അത് വെളിപ്പെടുത്തിയില്ല. പക്ഷേ പൗലോസ് പറയാണ്, എൻ്റെ കൃപയും എൻ്റെ ശക്തിയും നിനക്ക് മതി. സ്തോത്രം. അതേ മറിയയുടെ ജീവിതത്തിൽ അവിടെ ലൂക്കോസ് 1:30 പറയാണ്, ദൈവത്തിന് കൃപ, അത് കൃപ ലഭിച്ചവരെ ദൈവത്തിന് കൃപ നിന്നുമേൽ അത് ഉണ്ട്. മാത്രമല്ല 35 പറയാണ്, അത്യുന്നതന്റെ ശക്തി വരുമ്പോൾ നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഒരു വിശുദ്ധ പ്രജ ജനിക്കും. സ്തോത്രം. അപ്പോൾ മറിയയുടെ ജീവിതത്തിൽ അവൾ കൃപ ലഭിച്ചവൾ മാത്രമല്ല, ആത്മശക്തിയും അവളുടെ ജീവിതത്തിൽ പകരപ്പെട്ടു. എവിടെ? അവരുടെ ശരീരത്തിൽ. സ്തോത്രം. ശരീരമാണ് ക്ഷീണിക്കുന്നത്. ശരീരം ക്ഷീണിക്കുമ്പോൾ അതേ മനസ്സും ക്ഷീണിക്കും. പൗലോസ് അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു. പൗലോസ് ആദ്യമായി കല്ലേറ് കൊള്ളുന്ന ലുസ്ത്രയിൽ വെച്ചാണ്. അവിടെ യഹൂദന്മാർ മറ്റുള്ള ദേശങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടെയും കൂടി പ്രസംഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് വചനം പറയുന്നു, അവനെ വലിച്ചഴിച്ച് കൊണ്ടുപോയി പട്ടണത്തിന് പുറത്തേക്ക്.
മരിച്ചു എന്ന് വിചാരിച്ച് അവനെ ഇട്ടിട്ട് പോന്നു. പക്ഷേ ശിഷ്യന്മാരിത് കണ്ട് അവർ വന്ന് വചനം പറയുന്നത് അവർ ചുറ്റും നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. ആരും പ്രാർത്ഥിച്ചില്ല, ആരും വെളിപ്പാട് കണ്ടില്ല, ആരും പ്രവചിച്ചില്ല. സ്തോത്രം. ആരും അല്ല അതിന് മുമ്പ് ദിവസങ്ങൾ അത് ഉപവാസം എടുത്തുമില്ല. പെട്ടെന്ന് സംഭവിച്ചല്ലേ. പക്ഷേ അവർ ചുറ്റും നിൽക്കയിൽ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്ന മനുഷ്യൻ നമ്മൾ ആണെങ്കിൽ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ചത്ത മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ ആരും വാഴ സ്വോത്രം വരത്തില്ല. എങ്കിലും ചിലരൊക്കെ സ്വോത്രം പറഞ്ഞിട്ടുണ്ടാവും. അവർ വചനം പറയും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു വീണ്ടും കർത്താവിനെ വേലയ്ക്ക് വേണ്ടി അവൻ പോകുന്നൊരു അനുഭവം. സ്വോത്രം. അപ്പം ആ തന്നെ ജീവിതത്തിൽ ശരീരത്തിൽ ഏറ്റ ആ മുറിവുകൾ അല്ലെങ്കിൽ ദൈവം അന്നത്തേക്ക് ഉണക്കിയെങ്കിലും പിൻകാലങ്ങളിൽ ദൈവം അത് ഉപയോഗിച്ചു. എന്തിനു വേണ്ടി? തന്നെ താഴ്ത്തുവാൻ വേണ്ടി, തന്നെ ദൈവസ്ഥലി അതേ സമർപ്പിക്കാൻ വേണ്ടി ദൈവം ആ ശരീരത്തിലെ വേദനകൾ കർത്താവിൻ്റെ ആത്മാവ് പിൻകാര്യങ്ങൾ അതേ പൗലോസ്യങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന് ശരീരത്തിൽ അത് ക്ഷീണം വരുമ്പോൾ, രോഗാവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ പറയാണ് എൻ്റെ ശക്തി നിനക്ക് മതി. ഈ ബലഹീനതമേൽ ബലഹീനനായ ഞാൻ, ബലഹീനനായ നമ്മളെ കൊണ്ട് കർത്താവ് ഇന്നയോളം അതേ കഴിഞ്ഞ വർഷങ്ങളായി 10 വർഷം 20 വർഷം 50 വർഷമായി നിങ്ങളെ കൊണ്ട് ആത്മാവിൽ അതേ കർത്താവിൻ്റെ ആത്മാവ് ചെയ്യിപ്പിച്ച അതേ ബലഹീനത തോന്നിയ അവസ്ഥയിലും അന്ന് ചിലപ്പോൾ അത് ആരോഗ്യമുണ്ടായിരുന്നു, യൗവനമായിരുന്നു. പക്ഷെ ഇന്ന് അത് ആരോഗ്യമില്ലെങ്കിലും രോഗാവസ്ഥ ആണെങ്കിലും ഭാരപ്പെട്ടു പോകുന്ന ദൈവാത്മാ പറയുന്നു 2025 കാൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൃപ ധാരാളമായി പകരുവാൻ, എൻ്റെ ആത്മശക്തി ധാരാളമായി പകരുവാൻ ഇരിക്കുന്ന ഇരിപ്പിൽ അതേ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയെങ്കിലും അതേ ഞാൻ പ്രാർത്ഥിച്ച് ഇന്നെന്ന വിഷയങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവാത്മാവിനെ ഓർപ്പിച്ച വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ അതാണ് നമ്മുടെ ദൈവത്തിന് ഇന്ന് ഈ കാര്യങ്ങൾ ഉദ്ദേശമെങ്കിൽ അത് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ദേശങ്ങളിൽ ചെയ്യും, രാജ്യങ്ങളിൽ ചെയ്യും. സ്തോത്രം. നമ്മുടെ പലപ്പോഴും ചിന്ത ഞാനിപ്പോൾ വലിയൊരു അത്ഭുതമാണ് ചെയ്യണമെന്ന്. അത് മാത്രം അതോ ഒരു സമയമുണ്ട്. പക്ഷേ ചിലപ്പോൾ സ്വതം ക്ഷീണിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതേ ക്ഷീണം വരുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പോകാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ അടുക്കലെ അതേ ദൈവത്തിന് ആത്മാവിന്റെ ജീവിതങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കർത്താവിനെ ആകർഷിച്ച് അത് നമ്മുടെ പ്രാർത്ഥന അവനുള്ള സമർപ്പണ നിമിത്തം ഈ ദൈവകൃപയും ആത്മശക്തിയാൽ ജീവിതങ്ങൾ നമ്മളുടെ അടുക്കൽ വന്ന് ആകർഷിക്കപ്പെട്ട് അവർ നമ്മുടെ അടുക്കൽ വരും. സ്തോത്രം. അപ്പോൾ മറിയയുടെ കാര്യം പറയാണ്. ഹല്ലേലൂയ. മറിയയ്ക്ക് ആ ശക്തി ലഭിച്ചു. എന്തിനു വേണ്ടി? ഇതെല്ലാം സഹിപ്പാൻ. കാരണം അവളുടെ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായ സഹോദരിയ. അപ്പോൾ മറ്റുള്ള നാട്ടുകാരെല്ലാം കളിയാക്കുമല്ലോ, ഒരു വിഷയം വരുമല്ലോ. അതൊക്കെ സഹിപ്പാനുള്ള കൃപ, അതേ സഹിപ്പാനുള്ള ശക്തിയും അതേ ദൈവത്തിന് ആത്മാ തനിക്ക് നൽകി. പിന്നെ അതേ സ്തോത്രം അധ്യായം നമ്മൾ വായിക്കുന്ന ഓടേണ്ടി വന്ന ഒരു അനുഭവം. യേശു കർത്താവിനെ ഹല്ലേലൂയ അത് കുഞ്ഞായിരിക്കുന്ന 2 വയസ്സുള്ള യേശുവിനെ അതേ കയ്യിൽ എടുത്തുകൊണ്ട് രാത്രിക്ക് രാത്രി അവർക്ക് അതേ ഈജിപ്തിലേക്ക് ഓടേണ്ടി, മിസ്രൈമിലേക്ക് ഓടിപ്പോകേണ്ട അനുഭവം ഉണ്ടായിരുന്നു. അത് പ്രവചന നിവൃത്തിയാണ്. പക്ഷേ ഈ ഓടിപ്പോകുന്ന ശക്തി വേണ്ടേ? ചെറുപ്പമെന്ന് പറഞ്ഞാൽ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടിപ്പോ. നമ്മളെ പോലെ കാറും വാനും ബൈക്കൊന്നും ഇല്ലല്ലോ. ഈ കഴുതപ്പുറത്താണ് ഓടേണ്ടത്. അല്ലെങ്കിൽ കാലം നടയായി ഓടിയോ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഓടേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ സ്തോത്രം ആ പ്രവചനം നിവർത്തിക്ക് വേണ്ടി അവർ സമർപ്പിച്ചു കൊടുത്തു. അതുപോലെ ഓടിപ്പോയി മടങ്ങി വരികയും ചെയ്തു. സ്തോത്രം. അവിടെ എല്ലാം വലിയ ദൈവത്തിൻ്റെ അതേ കൃപയാണ് പകർന്നു. മാത്രം ദൈവത്തിൻ്റെ ആത്മശക്തി പകർന്നു. അവിടെ ശരീരങ്ങൾ സ്തോത്രം അവരെ ഭയത്തെ നീക്കിക്കൊണ്ട് ദൈവാത്മാ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ശിശുവായിരുന്ന മോശയ്ക്ക് നമ്മൾ വായിക്കുന്ന അവൻ അപ്പനമ്മമാർ സ്തോത്രം അതേ അല്ലെങ്കിൽ അവൻ ശിശു സുന്ദരൻ എന്ന് കണ്ടിട്ട് അവന് 3 മാസം ഒളിപ്പിച്ചു. അവിടെയും ദൈവത്തിന് കൃപ മാത്രമല്ല ദൈവത്തിന് ശക്തി ദൈവം പകർന്നു. എന്തിനു വേണ്ടി? പലരും ഞാൻ ചില ദേവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ കുഞ്ഞിൻ്റെ വായിൽ തുണിയിട്ടുന്നു. അതുകൊണ്ടാണ് മോശ വിക്കനായി പോയത്. അറിയില്ല, ആയിരിക്കും. എനിക്ക് ഒരു വ്യാഖ്യാനം അങ്ങനെ ആയിരിക്കും. എനിക്കത് തുണിയിട്ടു എന്തോന്നും. പക്ഷേ ഞാൻ ഇന്നലെ ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ഇതിനു വേണ്ടിയല്ല ഇങ്ങനെ എൻ്റെ കുളിമുറിയിലും അല്ലാത്ത സമയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് ഓർപ്പിച്ച തുണിയും അത് ഒരു രീതി അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി ആ കുഞ്ഞിൽ പകർന്നു. കാരണം ശിശു സുന്ദരൻ എന്ന് അമ്മമാർ കണ്ടപ്പോൾ, അപ്പനും അമ്മയും കണ്ടപ്പോൾ അവനെ ഒളിപ്പിക്കാൻ കാരണം അവർ 24 മണിക്കൂർ വായ അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ, തുണി ഏറ്റിയാലും. അതൊന്നുമല്ല, ദൈവത്തിന് ആത്മാവിന് ശക്തി പകർന്നു. അവൻ മിണ്ടാതിരുന്നു. 3 മാസം ജനിച്ച കുഞ്ഞിന് കരച്ചിലുണ്ട്. പക്ഷേ കരച്ചിലിന് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ അതിന് മിണ്ടാതാക്കി. കാരണം എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്ന ഈ അപ്പനമ്മമാർ എന്ത് ചെയ്തു? അവർ രാജാവിനെ കൽപ്പനയെ ഭയപ്പെടാതെ
കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു. അവരുടെ ഹൃദയത്തിലെ ആ ചിന്ത ദൈവം മനസ്സിലാക്കിയപ്പോൾ, അവരുടെ പദ്ധതി മനസ്സിലാക്കിയപ്പോൾ, ദൈവാത്മാ, കാരണം ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരമാണ് മോശ ജനിച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ ആ ജനത്തിങ്കിൽ തന്നെ കുഞ്ഞ് കരയാതിരിക്കാനുള്ള ശക്തിയും ദൈവം പകർന്നു. ഇവരെ ബലപ്പെടുത്തി ആ 3 മാസം കഴിഞ്ഞപ്പോൾ അവനെ ഒഴുക്കിവിടുന്ന അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ദൈവത്തിന്റെ കൃപയും ശക്തിയാണ് അത് മോശയിൽ ദൈവം പകർന്ന്. മാത്രമല്ല ആ അപ്പനും അമ്മയിലും ദൈവം പകർന്ന് അതേ ശക്തി പകർന്നു. എന്തിനു വേണ്ടി? രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ. അതുകൊണ്ട് എബ്രായലേഖനം 11:23 വായിക്കുമ്പോൾ 27 വാക്യം നമ്മൾ വായിക്കുന്ന ഈ മകന് വേണ്ടി അവർ ഭയപ്പെടാതെ, രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ 23 40 വർഷം കഴിഞ്ഞപ്പോൾ അത് രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ അത് ഇസ്രായേൽ ജനത്തെ ഇറക്കുവാൻ മോശയ്ക്ക് ദൈവം വിശ്വാസം കൊടുത്തു. വിശ്വാസം മാത്രമല്ല, കൃപയും കൊടുത്തു, ശക്തിയും കൊടുത്തു. അപ്പോൾ ചെറുപ്പത്തിൽ നാം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കാഴ്ച വെക്കേണ്ടത് വേറെ പലവിധമായ അത്ഭുതങ്ങളോ നന്മകളോ, ലോകത്തിൽ നന്മകളോ, വീടോ, ഞാൻ മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കി, ഞാൻ മക്കളെ നല്ലോണം പഠിപ്പിച്ചു എന്നല്ല. ഉപരിയായി ദൈവം ആഗ്രഹിക്കുന്ന അവരിൽ അതേ ലോകത്തെ ഭയപ്പെടാതെ, ലോകത്തിൻ്റെ കൽപ്പനകളെ ഭയപ്പെടാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ ഭയപ്പെടുമ്പോൾ, അവരുടെ സമയം വരുമ്പോൾ ചിലരൊക്കെ വിടുവിക്കാൻ വേണ്ടി ദൈവം അവരെയും ബലപ്പെടുത്തും. സ്തോത്രം. അപ്പനും അമ്മയ്ക്കും ഭയം ഇല്ലെങ്കിലേ മക്കൾക്ക് ഭയമില്ലാതെ ഇരിക്കുകയുള്ളൂ. സ്തോത്രം. അതാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയും, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസിനോട് പറയുന്നു, എൻ്റെ ശക്തി ബലഹീനതയിൽ, അത് ബലഹീനതയിൽ തികഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ ഞാൻ അത് പ്രശംസിക്കാൻ ആഗ്രഹിക്കണം. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ആർക്കൊന്നും പറയാൻ താല്പര്യമില്ല. അയ്യോ, ഞാൻ രോഗിയാണ്, ഞാൻ വർഷങ്ങളായിട്ട് രോഗിയാണ്, ഞാൻ ഇന്ന കാര്യം അത് കാര്യമാണ്. അതേ നമ്മൾ അതേ ചിന്ത എവിടെ പൗലോസ് പറയുന്ന പോലെ സാത്താൻ്റെ ദൂതനെ തന്നെ തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? എന്നെ ശുദ്ധീകരിപ്പാൻ. ഇവിടെ 10 പേര് മോശമായി പറഞ്ഞാലും ദൈവം മോശമായി പറയാതിരുന്നാൽ മതി. സ്തോത്രം. മാത്രമല്ല ഇവിടെ എന്തൊക്കെ നന്മ ചെയ്താലും പിശാചിനെ എന്നും കുറ്റം പറയാനുള്ളൂ. അത് ഇയ്യോബിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഇവിടെ ഫിലിമോന്റെ ലേഖനത്തിലെ 10ഉം 11 വാക്യം കൂടി വായിച്ചിരിക്കാൻ ആഗ്രഹിക്കണം. ഫിലിമോന്റെ ലേഖനം. തടവിലായിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച നിന്നോടൊരു അപേക്ഷയുണ്ട്. ഞാൻ വയസ്സനാണ്, പക്ഷെ ഞാൻ ചരിത്രം ഒന്ന് നോക്കിയപ്പോൾ പഠിച്ചതൊക്കെ മറന്നുപോയി. സ്വന്തം ഇന്നലെ ഗൂഗിൾ നോക്കിയപ്പോൾ 58 വേറെ പാസ്റ്ററുകൾ കുറച്ച് നാൾ മുമ്പ് പ്രസംഗിച്ച് കേട്ട് എന്നാൽ അത് മനസ്സിൽ നിന്ന് പോയി. അതുകൊണ്ടൊന്ന് നോക്കിയപ്പോൾ ഈ വയസ്സിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ 58 വയസ്സുള്ളൂ. 60 പോലും ഇല്ല. 58 വയസ്സുകാരനായ കാര്യം പറയുകയാണ് ഞാൻ വയസ്സനാന്ന്. 58ാം വയസ്സിൽ തല ഛേദിച്ചു. ആ വർഷങ്ങൾ കൊണ്ട് തനിക്ക് ആവുന്നത് ദൈവത്തിന് ആത്മാവ് തന്നെ ശക്തി പകർന്ന് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പൗലോസിന് പറയാണ്, ഞാൻ വയസ്സനാകുന്ന ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യവുമില്ല. കാരണം ഫിലിമോൻ അവനോട് പൗലോസിനോട് കടംപെട്ടതാകുന്നെന്ന് പിൻവാക്യം വായിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും തനിക്ക് കടമുള്ള അല്ലെങ്കിൽ തന്നോട് കടപ്പെട്ടിരിക്കുന്ന ഫിലിമോനോട് പൗലോസ് പറയാണ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? തടവിലായിരിക്കുന്ന ഒരുവനെ ഞാൻ ജനിപ്പിച്ചു. അവിടെ 2 പേർക്ക് കൃപ ലഭിച്ചു, 2 പേർക്ക് ശക്തി ലഭിച്ചു. 15 വാക്യം. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവൻ ഇപ്പോഴോ നിനക്കും എനിക്കും ഒരുപോലെ പ്രയോജനമുള്ളവൻ. അതേ നമുക്ക് ചരിത്രം അറിയാലോ. ഫിലിമോന്റെ വീട്ടിൽ നിന്ന് അവൻ ധനികനായിരുന്നു, ആ ദേശത്ത് അറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു, അവൻ്റെ വീട്ടിലെ ദാസനായിരുന്നു. ഈ ഒനേസിമോസ് ഏതാണ്ട് സ്ഥാനം കട്ടിട്ട് അവൻ പിടിക്കപ്പെട്ടു ജയിലില്ല. അതേ കള്ളന്മാരെ ജയിലില്, കൊള്ളക്കാരെ ജയിലില് എവിടെ ആരുണ്ട്? പൗലോസും ഉണ്ട്. യേശുക്രിസ്തുവിന് കള്ളന്മാരും നടുവിലാണ് അപ്പുറത്തുമായിട്ട് അതേ ക്രൂശിച്ചത്. അത് പരിഹാസ വിഷയമായി. ആ വെളിപ്പാട് പൗലോസ് പ്രാപിച്ചു. എൻ്റെ കർത്താവിനെ, നമ്മുടെ നാഥനെ അവരങ്ങനെ ക്രൂശിച്ചു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതേ ഞാൻ ജയിലിലായിരുന്നാലും അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും അത് ചുറ്റുപാട് എനിക്ക് എൻ്റെ ചുറ്റിലും അതേ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അപവാദം പറയുന്ന കള്ളന്മാരോ അതേ കൊള്ളക്കാരുടെ നടുവിൽ ആകുന്നു നാം ജീവിക്കുന്നെങ്കിലും അതേ അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. സ്തോത്രം. പൗലോസ് പറയാണ്, അവൻ ഈ കള്ളന്റെ കൂടെയാണ് എന്നെ ഇട്ടത് ഒരേ കാലാഗ്രഹത്തിൽ. അവനോട് പക്ഷേ സുവിശേഷം അറിയിപ്പാൻ, ആത്മശക്തി പകരുവാൻ എനിക്കൊരു മടിയുണ്ടായില്ല. സുവിശേഷം അറിയിച്ചു. അവൻ പിന്നെ ദൈവത്തിന് കർത്തദാസനായിത്തീർന്നു. അവൻ്റെ കയ്യിലാണ് ഈ പത്രിക, സ്തോത്രം, അല്ലെങ്കിൽ ഈ ലേഖനം താൻ കൊടുത്തയക്കുന്നത്. അപ്പോൾ സ്തോത്രം പൗലോസ് അതേ ഓർപ്പിക്കുവാൻ അല്ലെങ്കിൽ പൗലോസ് പറയാണ്, അതേ അവിടെയും എന്നിൽ ദൈവകൃപ പകർന്നു, ആത്മശക്തി പകർന്നു. ഈ ഒനേസിമോസിൽ കർത്താവിന് കൃപ പകരപ്പെട്ടു, ദൈവത്തിന് ശക്തി പകരപ്പെട്ടു. അതുകൊണ്ടാണ്
അവന് മാനസാന്തരപ്പെടുവാനും അത് സ്നാനപ്പെട്ട് ആത്മശക്തി പ്രാപിച്ച് ദൈവത്തിന് വേലക്കാരനായി തീരുവാൻ അവന് അവസരം ലഭിച്ചത്. ഹല്ലേലൂയ. കർത്തദാസന്മാരെ, കുടുംബങ്ങളെ, അതേ ദൈവത്തിന് ആത്മാവിനെ ഓർപ്പിക്കുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനമേ തികഞ്ഞു വരും. നമുക്ക് വേണ്ടി അതേ പകരുവാൻ, അല്ലെങ്കിൽ തൻ്റെ കൃപ പകരുവാനും തൻ്റെ ശക്തി പകരുവാൻ നമ്മുടെ കർത്താവ് എന്നും നമ്മുടെ കൂടെ ഉണ്ട്. താൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിവസം പ്രാപിക്കുമ്പോൾ പഴയ നിമിത്തം പറയുന്നത്, അല്ലെങ്കിൽ യേശു പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ അന്നുള്ള ആഹാരം എന്ന് പറയുന്നത് അന്നുള്ള കൃപ പ്രാപിക്കണം, അന്നുള്ള ശക്തി പ്രാപിക്കണം. ഇത് കൂട്ടിവെക്കാൻ സാധിക്കില്ല. ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ജീർണിച്ചു പോകും, അത് കുറവായി പോകും. നല്ലൊരു ഉദാഹരണം ഞാൻ ഇന്നലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവാത്മാ തന്നത്. സ്വത്രം. നാം ഇന്നത്തെ കാലം എല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നില്ല. ഫോൺ റീചാർജ് ചെയ്യണം. 28 ദിവസം, 30 ദിവസം, അല്ലെങ്കിൽ 3 മാസം, 6 എങ്ങനെ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്താലേ ആവുള്ളൂ. മാത്രമല്ല 1 GB ഉണ്ട്, 1.5 GB ഉണ്ട്, 2 GB ഉണ്ട്. എല്ലാ ദിവസവും 1 GB കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം വരെ കാക്കണം എന്ന് പറയുന്ന പോലെയാണ് ആത്മാവിനെ റീചാർജ് ചെയ്യണം. ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ട്, ഇന്നലെ ഞാൻ അന്യഭാഷ പറഞ്ഞു, ഞാനൊരു വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ഇന്ന് അത് മതികൊണ്ട് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇന്നത്തേക്കുള്ളൊന്ന് ഇന്ന് തന്നെ പ്രാപിക്കണം. സ്തോത്രം. പക്ഷെ ഒരിക്കലും നാം പ്രാപിക്കുന്നതനുസരിച്ച് പൗലോസ് പറഞ്ഞല്ലേ, ആ നിഗളം നമുക്ക് വരുവാൻ. അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം എന്തൊക്കെ ചെയ്താലും അതേ താഴ്മയുടെ ആഴ്പാട് ദേവദാസൻ നേരത്തെ അതേ ഇടയ്ക്ക് ഓർപ്പിച്ച പോലെ സ്തോത്രം, അത് നമ്മളിൽ അല്ലെങ്കിൽ ഭാവങ്ങൾ അതേ പലതും അതേ ദൈവത്തിൻ്റെ അതേ കൃപയാൽ മാത്രമേ, ശക്തിയാൽ മാത്രമേ നമുക്കതിനെ ജയം പ്രാപിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്വയശക്തി കൊണ്ടോ ബലം കൊണ്ടോ സാധിക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോഴാണ് നമുക്ക് ജയം അതേ പ്രാപിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കർത്താനാത്മാവ് ഈ ദിവസങ്ങളിൽ പുതിയ വർഷം നൽകിയാൽ അതേ സ്വന്തം കർത്താവ് പുതിയ വത്സരം ദൈവസഭയെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വന്ന ദൈവദാസന്മാരെ, കുടുംബങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് കൃപയും ശക്തിയും നിങ്ങളോട് കൂടെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടെ നിന്ന് അതേ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ 2025 കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. കർത്താവ് താമസിച്ചാൽ അതേ കണ്ടാൽ സ്വത്രം കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കണ്ടില്ലെങ്കിൽ അതേ മുമ്പായിട്ട് ഒരു സ്വന്തം ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ പുതുവത്സര ആശംസകളെ ഞാൻ പറയുകയാണ്. സ്വത്രം യേശു ക്രിസ്തു നാമത്തിൽ അതേ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും കുടുംബങ്ങളെയും ദൈവസഭയും കർത്താവ് അനുഗ്രഹിച്ച് ഈ ദേശത്തുമേൽ ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുവാൻ ദൈവസഭ അത് ഹല്ലേലൂയ, അത് ദൈവത്തിന് ആരാധന ആലയമാകുന്നു, അത് ദൈവത്തിന് കൂട്ടമാകുന്നു, അത് ദൈവത്തിന് സഭയാകുന്നു എന്ന ജീവിതങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന അനുഭവങ്ങൾ കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നൽകിയ ദേവദാസന്മാർ നന്ദി അറിയിക്കുന്നു.